കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ പ്രതിഷേധം 5-ാം ദിവസവും തുടരുകയാണ്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് പരാതി. ഇതാണ് അനിതയുടെ പ്രതിഷേധം തുടരുന്ന ഒരു വേളയിൽ അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുകയാണ്. മേഘ്ന, എന്തൊക്കെയാണ് അനിതയുടെ അടുത്ത നീക്കം? എന്തൊക്കെയാണ് അനിതയുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ? അജിംഷാദ്, കഴിഞ്ഞ 5 ദിവസമായി PB അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട്, അതായത് 2023 മാർച്ച് 18-നാണ് ഈ ഒരു സംഭവത്തിനാസ്പദമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതായത് ICUവിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ തൈറോയിഡ് ചികിത്സയ്ക്ക് വന്ന യുവതിയെ പീഡിപ്പിക്കുന്നു. ശേഷം അത് ആ അതിജീവിതയെ ജീവനക്കാർ സ്വാധീനിക്കാനും മറ്റും ശ്രമിക്കുന്നു, അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം ഈ നഴ്സിംഗ് ഓഫീസറായിരുന്ന PB അനിതയാണ് ഈ ജീവനക്കാർക്കെതിരെ അതിജീവിതയെ പിന്തുണച്ചുകൊണ്ട് റിപ്പോർട്ടടക്കം നൽകുന്നത്. ശേഷം ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് PB അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുന്നത്. ശേഷം PB അനിത ഹൈക്കോടതിയിൽ പോകുന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമനം നൽകണമെന്നുള്ള ഒരു ഹൈക്കോടതി ഉത്തരവ് കൂടി വരുന്നു. പക്ഷേ ഇതുവരെ, അതായത് ഈ ദിവസം വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു പുനർനിയമനം അനിതയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതായത് കഴിഞ്ഞ ഏപ്രിൽ 1-ന് അനിത മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യാനായി പോയെങ്കിലും അവിടെ പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് PB അനിത ഹൈക്കോടതിയിൽ കോടതി അലക്ഷ്യ ഹർജി അടക്കം കൊടുത്തുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക്, അതായത് 3 മാസമായി ശമ്പളം ലഭിച്ചിട്ട് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്നും സമരം തുടരുന്നതിനിടെ ഈ അതിജീവിതയും ഈ PB അനിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുക. അതായത് സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്, അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമനം നൽകണമെന്ന ഉത്തരവുമുണ്ട്. പക്ഷേ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് സർക്കാരിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പുനർനിയമനം നൽകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിശദീകരണമോ അറിയിപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് ഈ കാലതാമസം വരുന്നത് എന്നാണ്. എന്തായാലും ഈ സമരം 5-ാം ദിവസവും തുടരുകയാണ്. അതിജീവിത കൂടി ഈ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കും. അജിംഷാ. ശരി, മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ മൂർക്കനാട് കൊലപാതകത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 6 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം രാത്രി മൂർക്കനാട് ക്ഷേത്രത്തിലെ